തുടങ്ങുന്നുവെന്ന്, അടുത്ത ബാച്ച് തുടങ്ങുന്നു എന്ന് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ആ സമയത്താണ് ഈ ഹോം ഷോപ്പിൽ നടത്തുന്ന അർച്ചന എന്ന ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നത്. സാധാരണ ഞാൻ 34 വർഷം അധ്യാപികയായിട്ട് ഇങ്ങനെ രാവിലെ ഒക്കെ ധൃതിയിലൊക്കെ ഇറങ്ങി എനിക്ക് ഇനി അങ്ങനെ ഒരു കോഴ്സിനൊന്നും പോകാനുള്ള താല്പര്യമൊന്നും ഇല്ല എന്നൊരു മാനസികാവസ്ഥയായിരുന്നു ഞാൻ. പക്ഷെ അർച്ചനയുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് ഞാൻ എൻ്റെ ആ തീരുമാനങ്ങളെല്ലാം മാറ്റി വീട്ടിൽ വന്ന് എൻ്റെ ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും എന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഞാൻ ഈ ഇവിടേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. മാത്രമല്ല ഇതിനു മുൻപ് ഇവിടെ ഇത് പിന്നെ യോഗ പഠിപ്പിക്കുന്ന ഒരു സെന്ററാണ്. ഞാനും എൻ്റെ ഭർത്താവും കൂടി യോഗ പഠിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സുധീർ സാറുമായിട്ടുള്ള പരിചയവും എന്നെ ഇങ്ങോട്ട് വേഗത്തിൽ കൊണ്ടുവന്നു എന്ന് വേണം പറയുവാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പ്രഥമ ദൃഷ്ടിയായിട്ട് അങ്ങ് പ്രണയിച്ചു പോയി. പിന്നീട് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അടുത്ത ശനിയാഴ്ച ആവാനായിട്ട് ഈ കാമുകനെ കാണാൻ കാത്തിരിക്കുന്ന ഒരു കാമുകിയെ പോലെ അത്ര ആകാംക്ഷയോടുകൂടി ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കാത്തിരുന്നത്. അങ്ങനെ എനിക്ക് ആ ഒരു മനസ്സോടു കൂടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നിരുന്നത്. അത് ഞാൻ പറയാൻ കാരണം അത്ര ഇഷ്ടമായിരുന്നു, അത്ര സ്നേഹിച്ചു. എവിടെ നിന്നും ഇതുവരെയും ലഭിക്കാത്ത ഒരുപാട് അറിവുകൾ, ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്രദമായ ഒരുപാട് അറിവുകൾ ഇവിടെ സാറ് പകർന്നു തന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വില്ലനായിട്ട് ശനിയാഴ്ചകളിൽ ചില പ്രോഗ്രാമുകളൊക്കെ കയറി വന്നു. പക്ഷെ അതിനെല്ലാം ഞാൻ തട്ടിമാറ്റി ഒറ്റ ശനിയാഴ്ച മാത്രമാണ് എനിക്ക് വരാൻ പറ്റാതെ പോയത്. പക്ഷെ അതെല്ലാം വോയിസ് റെക്കോർഡായിട്ട് എൻ്റെ മൊബൈലിൽ ഉണ്ടാവും. അങ്ങനെ ഓരോ ശനിയാഴ്ച കഴിയുമ്പോൾ ഇനി 18 അല്ല ഇനി 12 ഉള്ളൂ, അല്ലെ 11 ഉള്ളൂ. അങ്ങനെ എണ്ണി വിഷമിച്ച് കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് MG യൂണിവേഴ്സിറ്റിയിൽ സാറിന്റെ നേതൃത്വത്തിൽ കൂടി നടത്തുന്ന ഓർഗാനിക് ഫാമിംഗ് എന്നൊരു കോഴ്സ് അവിടെ ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അപ്പോൾ ദയാൽ സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ഷമയുടെ കാര്യത്തില് എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ പോലും ക്ഷമ പഠിച്ചു ദയാൽ സാറിന്റെ വീഡിയോകളൊക്കെ കേട്ടിട്ട്. ഒരു മികച്ച അധ്യാപകൻ, അതുപോലെ പണ്ഡിതൻ, വാഗ്മി, വിപ്ലവകാരി, ഒരു നല്ല പിതാവ്, മാർഗദർശി, വഴികാട്ടി, അങ്ങനെ എന്തൊരു തത്വജ്ഞാനി, എന്തൊക്കെയാണ് സാറിനെ കുറിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് സാറ് പഠിപ്പിച്ച ഭാരതവിദ്യ ഉപയോഗിച്ച് കുറച്ച് സ്വർണം നിർമ്മിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരു കിരീടം ഉണ്ടാക്കി ഈ സാറിന്റെ സ്വഭാവ വിശേഷങ്ങളെല്ലാം ഓരോ രത്നമായിട്ട് അത് പതിച്ച് ഞാൻ സാറിന്റെ ശരിക്ക് അണിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അത്ര സാറിന് ഇഷ്ടപ്പെട്ടു സാറിന്റെ പഠിപ്പിക്കലുകൾ എല്ലാം. സാറിന് ഞാൻ ഈ കോഴ്സിനെ പ്രണയിച്ചു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രണയിച്ചത് സാറിനെ കൂടി ആയിരുന്നു എന്ന് ഞാൻ, സാറിനെ പഠിപ്പിക്കലിനെ കൂടി ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, ചിന്തിക്കുകയാണ്. അതുപോലെ സാറിന് എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് കൂടെ നിന്ന കുരുവിള സാറിന് ഒരിക്കലും എപ്പോഴും ഹൃദയത്തിലുണ്ടാവും. മനോജ് സാറിന്റെ ആ എക്സർസൈസ് ഒക്കെ പഠിപ്പിക്കുന്നതൊക്കെ ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല. സുധീർ സാറ്, ഇവിടെ എത്തിയിരിക്കുന്ന ഞങ്ങളെല്ലാവരും ഈ ബാച്ച് ഒരു പുഴ പോലെ ഒഴുകുകയായിരുന്നു. ഒരേ മനസ്സോടെ, ഒരേ ചിന്തയോടെ ഒരു പുഴയായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോയതുകൊണ്ട് ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസമാണ് കിട്ടുന്നത്. വർത്തമാനം പറയാനൊന്നും നേരമില്ല. എങ്കിലും ഞങ്ങളുടെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഒന്നായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല എന്ന് വേണം പറയുവാനായിട്ട്. പിന്നെ സമയം അതിക്രമിച്ച് എനിക്കറിയാം, എങ്കിലും ഞാൻ ഒരല്പസമയം കൂടി എന്നോട് ക്ഷമിക്കുക. പിന്നെ എന്റെ കൃഷിയൊക്കെ നേരത്തെ മുതലുണ്ടായിരുന്നു. ഞാൻ പച്ചക്കറികളൊക്കെ നട്ടിട്ട് പയറ് എനിക്ക് ഒരിക്കലും പറിക്കാൻ സാധിച്ചിരുന്നില്ല. പയറിങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് മുഞ്ഞ ഒക്കെ പിടിച്ചിട്ട് ഞാൻ സങ്കടവും ദേഷ്യവും കൂടി വന്നിട്ട് പല പ്രാവശ്യം ചോടോടുകൂടി വലിച്ച് ടെറസിൽ നിന്ന് ഞാൻ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. പക്ഷേ സാറിന്റെ കൃഷികളൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ പയർ പറിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ പയർ പറിക്കാൻ കൃഷി കാര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ടു വരിക. പിന്നെ അടുക്കളയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ സാറിന്റെ വീഡിയോകളൊക്കെ വെച്ചിട്ട് അത് കേട്ടുകൊണ്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എന്റെ ഹസ്ബൻഡ് പറയാറുണ്ട്, ഇതിപ്പോ സർവവും ദയാൽ സാർമയമാണ് എന്ന് എന്നോട് പറയാറുണ്ട്. സാറിന്റെ എല്ലാ ക്ലാസ്സുകളും മുഴുവനായിട്ട് എന്റെ ഫോണിലുണ്ട്. എങ്കിൽ പോലും ഞാൻ അത് മുഴുവനും അക്ഷരം പ്രതി ഡയറിയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസത്തെ കൂടി മാത്രമേ അത് പകർത്തി തീരുവാനായിട്ട് ഉള്ളൂ. അങ്ങനെ എനിക്കറിയാം. പിന്നെ സാറ് പറഞ്ഞ കരിയില കത്തിക്കരുത്, ഞാനിവിടെ പറയണമെന്ന് വിചാരിച്ചിരുന്നല്ല, എങ്കിലും പറഞ്ഞു പോവുകയാണ്. ഞാൻ താമസിക്കുന്ന ടൗൺഷിപ്പില്
എല്ലാവരും കത്തിക്കുന്നത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഞാൻ ചിലരോടൊക്കെ ചെന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ ആ കയ്യിലൊക്കെ എനിക്ക് സഹായിക്കാൻ ആൾ വരുമ്പോൾ അവരെ കൂടെ കൂട്ടി പോയി, നിങ്ങൾ കത്തിക്കണ്ട, ഞാനത് എടുത്തോളാം എന്ന് പറഞ്ഞ് കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ആ കമ്പോസ്റ്റ് ഞാൻ എന്റെ കൃഷിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ എനിക്കറിയാം, നമ്മൾ ഇതെല്ലാം കേട്ടിട്ട് ഒന്നും ഒരു കാര്യമില്ല. സാറ് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇനി സാറ് പറഞ്ഞിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്, കേട്ടവരാണ് ഇരിക്കുന്നത്, അതൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിൽ ഒരു കാര്യം മാത്രം, ഇവിടെ നമ്മുടെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന ക്ലാസ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഓഡിയൻസ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ പാദത്തിൽ അറിഞ്ഞുകൊണ്ടല്ല, അവരെ നേരിട്ടല്ലെങ്കിൽ പോലും അവരെ തൊട്ട് വന്നിച്ച് നമസ്കരിച്ച് വേണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാൻ എന്നൊക്കെ എന്ന് സാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം മാത്രം ഇവിടെ ആരും പറയാഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താ പറയുക, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഹൃദയത്തിൽ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ജീവിതത്തിലെല്ലാം ഞാൻ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ പോകട്ടെ. എല്ലാവരുമായിട്ടുള്ള കൂട്ടായ്മ എനിക്ക് ഇനി തുടർന്ന് പോകണം. ഒരിക്കലും ഇത് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൃഷിയും തുടർന്ന് പോകണം. ജീവിതത്തില് ഞാൻ 200 ഡ്രാഗൺ ചെടികളൊക്കെ മേടിച്ച് നട്ടിട്ടുണ്ട്. കടൽ വെള്ളവും പച്ചക്കക്കാപ്പൊടിയും മത്സ്യവളം ഞങ്ങൾ ഒക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പ്രയോഗിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച്, അങ്ങനെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.